ഇവിടെ നിനക്ക് പരിചയമുണ്ടോ? ഇവിടെ കണ്ടല്ലോ. ഒറ്റ ചവിട്ട് കൊടുക്ക വേണ്ട. എനിക്കെന്നാ അവരെ കണ്ടപ്പോഴേ തോന്നിയായിരുന്നു ഈ കല്യാണം നടക്കാൻ പോണില്ല. ഓ പിന്നെ 6th സെൻസ് അല്ലേ എന്റെ അമ്മൂമ്മയ്ക്ക്. കഷ്ടായി. എന്താ അയാളുടെ പേര്? സൂസു സുധി. നീ അധികം കളിയാക്കല്ലേ. എന്നിട്ട് അയാൾ വേറെ കല്യാണം കഴിച്ചോ? ഏയ്, പുള്ളിക്കാരന് ഇപ്പൊ പെൺവർഗത്തിനോട് തന്നെ കംപ്ലീറ്റ് ശത്രുതയില്ല. മെയിൻ വില്ലത്തി ഞാനും. സ്കൂള് കഴിഞ്ഞൊരു ഹലോ പറഞ്ഞപ്പോ മിണ്ടാതൊരു പോക്ക്. നീ അന്ന് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. ദേ, വെറുതെ എന്റെ കുറ്റബോധം വളർത്തല്ലേ അമ്മൂമ്മേ. അയാളുടെ പാടായി. അതുകൊണ്ടൊരു പെണ്ണിന്റെ ജീവിതം രക്ഷപ്പെട്ടു. 3 മാസേ നീ ഉണ്ടാവുള്ളൂ എന്ന് സ്കൂളുകാരോട് പറഞ്ഞില്ലേ? ഓ, അതന്നെ അവർക്ക് കൂടുതലാ. സ്കൂൾ ഏതോ സർട്ടിഫിക്കേഷന് പോണുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടാ, അത്ര തന്നെ. പക്ഷെ സ്റ്റുഡൻസിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടീച്ചേഴ്സും. ഓ, ഒന്നും മിണ്ടാതിരുന്ന് കഴിക്കന്നെ. വാ തുറന്നാ നിർത്തില്ല. ഇത്തിരി വെള്ളം കുടിക്ക. ഏതായാലും 3 മാസത്തെ ഈ തൊഴിലില്ലായ്മ ഞാൻ അടിച്ചു പൊളിക്കാൻ പോവാ. പരമാവധി ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവാൻ പോവാ. അമ്മ നോക്കിക്കോ. ബഷീർക്കൊക്കെ ഡയബറ്റീസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. അതുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സും ഒക്കെ അതനുസരിച്ചിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യും അല്ലേ? ഇതും അത്രയേ ഉള്ളൂ. ആദ്യം ഈ കുറവുണ്ടെന്ന് അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അതനുസരിച്ചിട്ട് ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുക. സിമ്പിൾ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്നൊരു നാണക്കേടില്ലേ? അതിനാ ചികിത്സ വേണ്ട, അല്ലാതെ വിക്കിനല്ല. കറക്റ്റ്. വിക്കില്ലാത്തവർക്ക് എന്താ ഇവിടെ കാര്യം? സുധി, മീറ്റ് കല്യാണി. ഷീസ് എ ട്രെയിനർ ഇൻ SSG ബാംഗ്ലൂർ. കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവും. സോ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഹർ. നിങ്ങൾ തമ്മിൽ മുമ്പേ പരിചയമുണ്ടല്ലേ? മറ്റുള്ളവരുടെ കല്യാണം മുടക്കലല്ലേ ഇയാളുടെ പ്രധാന പണി. വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഞാനിന്നലെ ഷീലയ്ക്ക് ഒരു മെയിൽ അയച്ചിരുന്നു. ആ പേരിനി ഒരിക്കലും മിണ്ടി പോരുത്. എനിക്ക് അവളെ ഇതുവരെ മറക്കാൻ പോലും പറ്റിയിട്ടില്ല. അറിയാതെനിക്ക്. ഐ എം നോട്ട് സോറി ഫോർ വാട്ട് ഐ ഡിഡ്. അന്ന് ഞാൻ പറഞ്ഞ തന്നെയാ ശരി. ഇയാളാരാ? ദൈവോ? ശരിയും തെറ്റൊക്കെ വിധിക്കാൻ. ഇനി കൂടുതൽ സംസാരിച്ച് വഷളാക്കാൻ ഞാനില്ല. ഒരു കാര്യം കൂടി. എന്താ? സ്റ്റോപ്പ് ഫോളോയിങ് മീ. എന്താ ഇതിലുള്ള ഇത്ര തമാശ ചിരിക്കാൻ? വിജയ് ബാബു സാറിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. നാട്ടിലും വിദേശത്തുമായി പല വിഖ്യാത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടി ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ അനുഭവ സമ്പത്തുമായിട്ടാണ് വിജയ് ബാബു സാർ ഇനി നമ്മോടൊപ്പം ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. ആ അറിവും കുറിപ്പിന്നത്തോടെ നീ ഇയാളെ കുപ്പിയിലാക്കുമല്ലോ. അടിച്ച് പൊക്കണം കേട്ടില്ലേ? നമ്മളിൽ ഓരോരുത്തർക്കും അദ്ദേഹം പകർന്നു തരും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ബാക്കി കാര്യങ്ങളെല്ലാം വിജയ് ബാബു സാർ തന്നെ നിങ്ങളോട് പറയും. സാർ, സത്യത്തിൽ വല്ലാത്തൊരു എംബാരസിങ് മൊമെൻ്റാണിത്. ഒരുപാട് കാലം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി നമ്മളെ സ്വാഗതം ചെയ്യുമ്പോൾ നമുക്കെന്താ തോന്നുക? അതാണ് ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ. ഇങ്ങേർക്ക് ഈസി ആയിട്ട് സിനിമയിൽ അഭിനയിക്കാന്നേ ഉള്ളൂ. എൻ്റെ അപ്പൂപ്പനായിട്ട് തുടങ്ങിയ സ്കൂളാണിത്. എൻ്റെ കുട്ടിക്കാലത്ത് ഇത് 4-5 ക്ലാസ് മുറികളുള്ള ചെറിയൊരു സ്ഥാപനമായിരുന്നു. അച്ഛനും അപ്പൂപ്പനായിട്ടുണ്ടാക്കിയ സൽപ്പേര് ഞാനായിട്ട് ഇല്ലാതാക്കുമോ എന്നുള്ള പേടിയായിരുന്നു. സത്യത്തിൽ വേറെ ജോലി നോക്കാനും സ്കൂളിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇത്ര നാൾ ഏറ്റെടുക്കാതിരിക്കാനും എന്നെ പ്രേരിപ്പിച്ചിരുന്നത്. എനിവേ, ഈ സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് കഴിയുന്നതുവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്നെ നിങ്ങൾക്കൊരു സുഹൃത്തായിട്ട് കാണും. അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഒരു കൊളീഗായിട്ട് കാണും. സോ താങ്ക് യു. ലെറ്റ്സ് ഡു ദിസ് ടുഗദർ. എന്താ ശബ്ദം? എന്താ പ്രഭ? ഏത് പ്രഭ? ആ ഗാംഭീര്യം പകുതി ചാടയാടാ. എനിക്ക് കുടുംബമായിട്ട് കാശുള്ളവരെ 10 പൈസയുടെ വിലയില്ല. ഇപ്പൊ അംബാനിയുടെ മോൻ, എനിക്ക് അവനെ വിലയില്ല. പക്ഷെ ഷാറൂഖ് ഖാൻ അവൻ കൊള്ളാം. പറഞ്ഞു വരുമ്പം നമ്മളെ പ്രായമുള്ളൂ. പക്ഷേ അദ്ദേഹം എവിടെ, നമ്മളെവിടെ? അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മ അറിഞ്ഞിട്ട പേരാ വിജയ് ബാബു.
വിജയിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ബാബു. ഏത് സ്റ്റാൻഡേർഡിലാണ് മോള് പഠിക്കുന്നത്? സിക്സ്ത്തിലോ? ഈ പെണ്ണ് കൊള്ളാട്ടോ, കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട്. ഉവ്വ, വെറുതെ ഡയലോഗടി മാത്രമേ ഉള്ളൂ. നീ മുട്ട കണ്ടിട്ടില്ലേ? അതിനകത്തുള്ള കോഴിക്കുഞ്ഞില്ലേ, അതാണ് ഈ സാധനം. നീ മൈൻഡ് ചെയ്യണ്ട. സുധി, ആ ആ ബഷീർക്ക, ഞാൻ തിരക്കിൽ കണ്ടില്ല. അത് ശരി. ഞാൻ ഇവളെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ വന്നതാ. വരുമോൾ പോരൊക്കെ ഇപ്പൊ മാറിയോ ബഷീർക്ക? അതാ രസം. വേനുണ്ടാവില്ല എന്ന് ഫോൺ വന്നപ്പം സൂറ തന്നെ ഇവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നന്നായി. ഈ കുട്ടിയോട് അതിന് നന്ദി പറയായിരുന്നു ഞാൻ. നന്ദിയൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. കുറച്ചു ദിവസം കഴിയുമ്പോൾ റിലാപ്സ് വരും, അപ്പോഴും എനർജി ഉണ്ടാവണം. അത്രേ ഉള്ളൂ. ഈ വിക്ക് എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും മാറാൻ പോണില്ലേ. വെരി ഗുഡ്. ഇതന്നെയാ സുധിയെ ഞാൻ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞത്. ഈ ഒരു റിയലൈസേഷൻ ഉണ്ടെങ്കിൽ സ്റ്റാമറിന് നമുക്ക് ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. ഡയലോഗ് അടിക്കാൻ എല്ലാവർക്കും പറ്റും. ഡയലോഗ് അല്ല, ഐ കൻ പ്രൂവ് ഇറ്റ്. പക്ഷെ സുധി കോപ്പറേറ്റ് ചെയ്യണം. കോപ്പറേറ്റ് ചെയ്താ ഐ കൻ ഷോ യു ദ ഡിഫറൻസ്. ബെറ്റ് ഉണ്ടോ? ആഹാ, ബെറ്റ്. ആ, ദേഹത്തോട്ടുള്ള ബെറ്റൊന്നും വേണ്ട. ഇതാണ് ടെക്സ്റ്റ്. ഇതെന്താ, ഹിന്ദിയോ? ആ, പരിചയമില്ലാത്ത ലാംഗ്വേജ് ആകുമ്പോൾ ഇൻഹിബിഷൻ കുറയും. ഞാൻ ഒന്ന് വായിക്കാം. ആനെ വാലി പീഡിയ മഹാത്മാ ഗാന്ധി കെ ബാരെ മേ ക്യാ കഹേംഗെ? ഇത് ഞാൻ സ്കൂളിൽ ഇമ്പോസിഷൻ എഴുതിയിട്ടുള്ളതാ. ഇതെനിക്ക് ജന്മത്ത് വായിക്കാൻ പറ്റില്ല. സുധി ട്രൈ ചെയ്യണം. ബെറ്റ് ഓർമ്മയുണ്ടല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട സുധി. ആന വല വല പീഡിയ ആന ആന ആനവാലോ? പറ്റില്ല, ഞാൻ പറഞ്ഞില്ലേ. പറ്റു പറ്റല്ലോ, സമ്മതിച്ചില്ലേ? ശരി, നമുക്കിനി സെയിം സെന്റൻസിൽ ബൗൺസിങ് അപ്ലൈ ചെയ്യാം. എനിക്ക് ബൗളിംഗ് അറിയില്ല. ബൗളിംഗ് അല്ല, ബൗൺസിങ്. അതായത് ഈ സെന്റൻസിലെ എല്ലാ വാക്കുകളുടെയും ആദ്യത്തെ അക്ഷരം റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. ഞാൻ കാണിച്ചു തരാം. ആ ആ ആനെ, വാ വാ വാലി, പി പി പീഡിയ, ലൈക്ക് ദാറ്റ്. ഓക്കെ, നൗ ഇറ്റ്സ് യുവർ ടേൺ. ആ ആ ആനെ, വാ വാ വാലി, പി പി പീഡിയ, ക ക ഗാന്ധി, ബ ബ ബാരെ, ക ക ക്യാ ക ക കഹെംഗെ. ഇപ്പൊ തിരിഞ്ഞ് എക്സലന്റ്. വിക്കില്ലാതെ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന സാധനമാണ് ഈ വിക്ക്. ഇപ്പൊ മനസ്സിലായോ? ബെറ്റ് ജയിച്ചതിന്റെ എനിക്കുള്ള ചെലവ് എപ്പോഴാ?